സുഖം ഭാഗം 23. പിറ്റേന്ന് തന്നെ ആദിയും അല്ലിയും ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോന്നിരുന്നു. അല്ലിക്ക് ക്ലാസ്സും ആദിക്ക് ഓഫീസിലെ തിരക്കുകളും വീണ്ടും തുടങ്ങി. ഇന്നാണ് അല്ലി യോഗ ഡേയുടെ പ്രോഗ്രാമിനായി പോകുന്നത്. ആദിയും കൂടെ ചെല്ലാൻ പ്ലാൻ ചെയ്തെങ്കിലും ലാസ്റ്റ് നിമിഷം അവൻ ഓഫീസിൽ ചെറിയൊരു പ്രശ്നം വന്നു. അതോടെ അവന്റെ യാത്ര മുടങ്ങി. രണ്ടുപേരും നല്ല വിഷമത്തിലാണ്. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒറ്റയ്ക്കാവാൻ പോകുന്നത്. കൃതി രാവിലത്തെ പണിയുടെ ഇടയിൽ തന്നെ ആദിയുടെ 100ാമത്തെ വിളി കേട്ട് അല്ലി ഓടിയ റൂമിലേക്ക് ചെന്നു. അവിടെ മൊബൈൽ നോക്കിയിരിക്കുന്ന ചെക്കനെ കണ്ടതും അല്ലി അവനെ തറപ്പിച്ചു നോക്കി. പയ്യെ ചെന്ന് അവൾ ആ മൊബൈൽ തട്ടിപ്പറിച്ചു വാങ്ങി. ആദ്യം അവളെ നോക്കി പേടിപ്പിച്ചു. കൃതി മൊബൈൽ താ. ആദ്യ കൈ നീട്ടി. ഇതിൽ നോക്കി നിന്നിട്ടാണോ എന്നെ വിളിച്ചത്? എന്തിനാ എന്നെ വിളിച്ചത്? അവൾ ചോദിച്ചു. എനിക്ക് കാണാൻ, എന്റെ സ്വീറ്റ് വൈഫിനെ കാണാൻ. ഇന്ന് ട്രിവാൻഡ്രത്ത് പോവല്ലേ? ഇനി 2 ദിവസം കഴിഞ്ഞല്ലേ കാണാൻ പറ്റൂ. ആദ്യം അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ബെഡിലേക്ക് ഇട്ടു. ശരിക്കും പോകണോ കൃതിക്ക്? അവൻ അവളുടെ മുഖത്തോടെ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു. പോവാതെ വയ്യല്ലോ ആദ്യേട്ടാ. എന്നെ വിശ്വസിച്ച് വരുന്ന കുട്ടികളില്ലേ? എത്ര നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഒഴിവാക്കാൻ പറ്റില്ല. അല്ലി സങ്കടത്തോടെ പറഞ്ഞു. എന്നെ കാണാതിരിക്കുമ്പോ മിസ് ചെയ്യില്ലേ കൃതി? അവൻ അല്ലിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടം താങ്ങാനാവാതെ അല്ലി വേഗം കണ്ണുകൾ ഇറുക്കി അടച്ചു. അല്പനേരം കഴിഞ്ഞ് അവൾ പയ്യെ കണ്ണുകൾ തുറന്നതും ആദ്യം അവളുടെ അധരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. ഒരു നിമിഷം ഒന്ന് പകച്ചു പോയെങ്കിലും അല്ലിയും തിരിച്ചവനെ ചുംബിച്ചു. ആദിയുടെ കൈകൾ അലിയുടെ ശരീരത്തിലൂടെ പതിയെ അലയാൻ തുടങ്ങി. അലിയുടെ കൈകൾ ആദിയുടെ മുടിയിൽ മുറുകി. രണ്ടുപേരും അതിൽ ലയിച്ചു പോയിരുന്നു. ആദിയുടെ കൈകൾ അലിയുടെ തോളിലൂടെ അരിച്ചിറങ്ങിയതും അലി ഞെട്ടി കണ്ണുകൾ തുറന്നു. അലിയുടെ പിടച്ചിൽ നിന്നതും ആദ്യം പയ്യെ കണ്ണുകൾ തുറന്നു നോക്കി. ആകെ ചുവന്ന് ഡ്രസ്സൊക്കെ ഏറെക്കുറെ ശരീരത്തിൽ നിന്ന് മാറിക്കിടക്കുന്ന അവന്റെ പെണ്ണിനെ കണ്ടതും ആദ്യം അവളുടെ നെറുകിൽ മുത്തി. അല്ലി അവനെ നോക്കാനാകാതെ നോട്ടം മാറ്റി കളഞ്ഞു. അവളുടെ ആ ഭാവം അവനിൽ പിന്നെയും കൊതി ഉണർത്തി. അവൻ പിന്നെയും അവളിലേക്ക് അടുത്തു. പക്ഷെ ഇത്തവണ അല്ലിയായിരുന്നു അവനെ ചുംബിച്ചത്. ആദ്യമായി അവൾ തരുന്ന ചുംബനത്തിൽ ആദ്യം മുഴുകിപ്പോയി. അവസാനം ശ്വാസം കിട്ടാതെ അകന്നു മാറിയ അല്ലിയുടെ കഴുത്തിലേക്ക് അവൻ മുഖം ചേർത്തു. അവളുടെ ഗന്ധം അവൻ വലിച്ചെടുത്തു. അവനെ ഏറെ കൊതിപ്പിക്കുന്ന അവന്റെ കൃതി അതിക്ക് മതിയാവുന്നില്ലായിരുന്നു. പക്ഷേ തളർന്നുപോയ തന്റെ പെണ്ണിനെ കണ്ട് അവന് പാവം തോന്നി. ഇനിയും അവളെ കഷ്ടപ്പെടുത്താൻ അവന് തോന്നിയില്ല. കൃതി കിച്ചണിലെ കുക്കർ അടിക്കുന്നു, അവൻ പറഞ്ഞു. ദൈവമേ! അവൾ ആദ്യയുടെ കവിളിൽ നല്ലൊരു കടി കൊടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് ഓടി. കൃതി! ആദ്യം അവളെ വിളിച്ചു. അല്ലി തിരിഞ്ഞു നോക്കി. എനിക്കിതൊന്നും മതിയാവുന്നില്ലല്ലോ കൃതി. ഓരോ തവണയും നീ എന്നെ കൂടുതൽ കൊതിപ്പിക്കുക. ഇനിയും എന്തൊക്കെയോ വേണമെന്ന് തോന്നുക. ആദ്യം അല്ലിയെ നോക്കി പറഞ്ഞു. അല്ലിയുടെ മുഖം ചോര തൊട്ടെടുക്കാവുന്നത് പോലെ ചുവന്നു. തിരികെ വന്നിട്ട് മതിയോ? അവൾ ചോദിച്ചു. ആദ്യയുടെ മുഖം വിടർന്നു. അല്ലിയെ കൊതിപ്പിക്കുന്നൊരു പുഞ്ചിരി ആദ്യയുടെ മുഖത്ത് വിരിഞ്ഞു. ഇനി അവനെ നോക്കി നിൽക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരെന്നറിയുന്നതുകൊണ്ട് അവൾ വേഗം കിച്ചണിലേക്ക് പോയി. ആദ്യം വന്നപ്പോഴേക്കും അവൾക്ക് പോവാനുള്ളതൊക്കെ അവൾ ഒരുക്കിയിരുന്നു. ഞാനും കൂടി വന്നിട്ട് ചെയ്യായിരുന്നു കൃതി. നീ ഒറ്റയ്ക്ക് ഒക്കെ ഒരുക്കിയില്ലേ? അവൻ വിഷമത്തോടെ ചോദിച്ചു. രാത്രി ലേറ്റ് ആയിട്ടല്ലേ വന്നേ? അതാ ഹെൽപ്പ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ ചെക്കന് ഒരു തളർച്ചയില്ലായിരുന്നല്ലോ. മറ്റെന്തോ ഓർത്തുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അല്ലി പറഞ്ഞു. ആണോ? എന്ത് കാര്യത്തിന് എനിക്ക് തളർച്ചയില്ലായിരുന്ന കൃതി? ആദ്യം കുറുമ്പോടെ ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല ആദ്യേട്ടാ, ലേറ്റായി. അല്ലി നടന്നതും ആദ്യം അവളെ വലിച്ച് നെഞ്ചോട് ചേർത്തു. എനിക്കിപ്പോഴും ക്ഷീണമൊന്നുമില്ലെന്ന് കൃതിക്ക് അറിയാമോ? ആദ്യം അവളുടെ ചെവിയിലായി പറഞ്ഞു. അല്ലി കിക്കിളി തോന്നി അവൾ മുഖം വെട്ടിച്ചു. ആദ്യയുടെ മുഖം അല്ലിയോട് അടുത്തതും അവന്റെ സാമീപ്യം തന്നെ അവളുടെ ഹൃദയമിടിപ്പ് കൂട്ടി. ആ നിമിഷത്തിന്റെ തീവ്രതയിൽ അല്ലിക്ക് ശരീരം ആകെ ഒരു വിറയല് പടർന്നു. ആദ്യേട്ടാ, വണ്ടി വരും, അല്ലി എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. മനസ്സില്ലാ മനസ്സോടെ അവൻ അവളെ വിട്ടു. പക്ഷെ അതുപോലെ തന്നെ വലിച്ചവളെ നെഞ്ചോട് ചേർത്തു. വിടാൻ തോന്നുന്നില്ല കൃതി, അവൻ പറഞ്ഞു. പോവാതെ വയ്യ ആദ്യേട്ടാ, സോറി. അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇറ്റ്സ് ഓക്കെ കൃതി, 2 ദിവസമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഒറ്റയ്ക്ക് നിന്ന് ശീലമുണ്ട്, അവൻ പറഞ്ഞു. ആ ശീലം ഇനി വേണ്ട. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടല്ലോ. ഒറ്റയ്ക്കായെന്ന് ആ കാലം ഇനി ഓർക്കേ വേണ്ട. ഇത് ഇത്തവണ മാത്രമേ ഉള്ളൂ. അതും ഞാൻ നേരത്തെ തുടങ്ങി പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്റെ ചെക്കനെ ഒറ്റയ്ക്കാക്കി ഞാൻ ഒരിടത്തും പോവില്ലായിരുന്നു, അല്ലി അവനോട് പറഞ്ഞു. ആദ്യം അവളെ സ്നേഹത്തോടെ നോക്കി. അവളെ വിടാൻ മനസ്സിലെങ്കിലും കൂടെ പോവാനും ഇപ്പൊ കഴിയില്ല. അല്ലിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഫ്ലാറ്റിന്റെ താഴേക്ക് നടന്നു ആദി. അവിടെ അവളുടെ ബസ് ഉണ്ടായിരുന്നു. ആദ്യം ബാഗ് എടുത്ത് ഉള്ളിലേക്ക് വെച്ചു. അല്ലി സീറ്റിലിരുന്ന ശേഷമാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത്. അല്ലി വിൻഡോയിലൂടെ തല പുറത്തേക്കിട്ടു.
2 ദിവസമല്ലേ, പെട്ടെന്ന് പോവും, അവള് പറഞ്ഞു. പക്ഷേ ഇനി വിൻഡോയിലൂടെ തല പുറത്തിട്ട എന്റെ കൊച്ചു മാത്രല്ല ആരും ട്രിവാൻഡ്രം പോവില്ല. ആദ്യ തനി പോലീസായി. അലി മുഖം വീർപ്പിച്ച് തല ഉള്ളിക്കിട്ട് സീറ്റിലിരുന്നു. ആദ്യ വിൻഡോയിലൂടെ എത്തി അവളെ നോക്കി. നിന്നെ ഒരുപാട് മിസ് ചെയ്യും ഞാൻ. എല്ലാവരും കേൾക്കാൻ പറഞ്ഞത് കേട്ട് അലി ആകെ ചുവന്നുപോയി. ചമ്മൽ ഒളിപ്പിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി യാത്ര ചോദിച്ചു. ആദ്യക്കും അത്ഭുതമായിരുന്നു അവൻ ആ പറഞ്ഞതോർത്ത്. പക്ഷേ അവൻ അറിയാതെ മനസ്സിൽ വന്നത് പറഞ്ഞു പോയതായിരുന്നു. ബസ് കൺമുന്നിൽ നിന്ന് മറയുന്നത് വരെ രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. ഈ ചെറിയ വിരഹം വരാൻ പോകുന്ന വലിയൊരു വിരഹത്തിന്റെ മുന്നോടി മാത്രമാണെന്ന് ആ നിമിഷം അവർ അറിഞ്ഞില്ലായിരുന്നു. കൃതി എത്തിയോ? 1/2 മണിക്കൂർ കൂടി ഉണ്ട് ആദ്യേട്ടാ. ഇതിപ്പോ എത്രാമത്തെ തവണയാ വിളിക്കുന്നത്? ചെക്കന് ഉറക്കമൊന്നുമില്ലേ? അല്ലി ചോദിച്ചു. എനിക്ക് എത്ര സ്നേഹം ഉണ്ടായിട്ടാ ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ വിളിക്കുന്ന കൃതി. നിനക്ക് സ്നേഹം ഒട്ടുമില്ല കേട്ടോ, ആദി പരിഭവം പറഞ്ഞു. അയ്യടാ, ആരാ ഈ പറയുന്നേ? എന്നെ അത്ര ഇഷ്ടായിട്ടാവും കാണുന്നതിന് മുൻപ് തന്നെ വിവാഹത്തിന് സമ്മതിച്ചത് അല്ലേ ആദ്യേട്ടാ? അല്ലി കുറുമ്പോടെ ചോദിച്ചു. ഇത് താൻ ഒരിക്കലും വിട്ടു കളയില്ല അല്ലേ കൃതി? ഒരിക്കലും ഇല്ല. പെൺകുട്ടികള് ഇങ്ങനെയുള്ളതൊക്കെ അത്ര എളുപ്പം മറക്കില്ല. പക്ഷേ കുറെ സ്നേഹിച്ചാ ചിലപ്പോ മറന്നു പോവാനും മതി. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇനിയും സ്നേഹിക്കാൻ കൃതിയോട് ഇല്ലല്ലോ, അവൻ കുറുമ്പോടെ പറഞ്ഞു. അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായതും അല്ലിക്ക് നാണം വന്നു. അയ്യേ, പോയി അവിടുന്ന്. ആ സ്നേഹമല്ല ഞാൻ പറഞ്ഞത്. അതും സ്നേഹം തന്നെയാണ് കൃതി. എനിക്ക് കൃതിയോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വാക്കുകൾ കൊണ്ട് കഴിയാതെ വരുമ്പോഴല്ലേ അത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നേ. ആദ്യട്ടാ, ഈ ടോപ്പിക്ക് നമുക്ക് നിർത്താട്ടോ. ഞാൻ വന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം, അതല്ലേ നല്ലത്. ആദ്യം ഉറക്കെ ചിരിച്ചുപോയി. കളിയാക്കുന്നോ ചക്ക? അല്ലടാ, നിന്റെ കൂടെ ആളുകളുണ്ടെന്ന് സത്യം ഞാൻ മറന്നിരുന്നു. വെരി സോറി. അത് സാരില്ല, എല്ലാരും ഉറക്കമാണ്. എന്നിട്ട് കൃതി എന്താ ഉറങ്ങാത്തെ? അതോ, എന്റെ ചെക്കനും അവിടെ ഉറങ്ങാതിരിക്കല്ലേ, അപ്പൊ എനിക്ക് എങ്ങനെ ഉറക്കം വരും? ഐ മിസ് യു കൃതി. ഐ മിസ് യു ടു ആദ്യേട്ടാ. എനിക്കില്ലേ സങ്കടം വരുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോരണ്ടായിരുന്നു, അവിടെ നിന്നാ മതിയായിരുന്നു. ഏയ്, ഇറ്റ്സ് ഓക്കെ. ഞാൻ ഓക്കെ ആടാ. നീ എൻജോയ് ചെയ്യ്, നിനക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ. ഞാൻ ഒരിക്കലും നിന്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും തടസ്സമാവില്ല കൃതി. നാളെ നന്നായിട്ട് പെർഫോം ചെയ്യാട്ടോ, ഞാൻ ലൈവായിട്ട് കണ്ടോളാം, ആദ്യ പറഞ്ഞു. ഇനി എന്റെ കുഞ്ഞ് കുറച്ചേരം ഉറങ്ങിക്കോ, ഞാനും കിടക്കട്ടെ. കൃതി, എനിക്ക് മൂന്നത് ഇഷ്ടമല്ല, എന്തെങ്കിലും പറയേ. ആദ്യേട്ടൻ കിടന്നോ, ഒരുപാട് രാത്രിയായില്ലേ, ഞാൻ ഫോൺ വെക്കട്ടെ, അല്ലി പറഞ്ഞു. ഓക്കെ, ഗുഡ് നൈറ്റ് കൃതി. ഗുഡ് നൈറ്റ് ആദ്യേട്ടാ. ആദ്യ ഫോണിലേക്ക് നോക്കി അല്ലിയുടെ ഫോട്ടോയിലെ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ഒരു ഉമ്മ കൊടുത്തു. ആ ശബ്ദത്തില് അല്ലി ഒന്ന് കുളിർന്നു പോയി. ബായ് ആദ്യേട്ടാ. എനിക്കറിയാം ഇപ്പൊ ഞാൻ തന്നത് തിരിച്ചു വരാൻ പറ്റിയ സാഹചര്യം അല്ലെന്ന്. പക്ഷേ തിരിച്ചു വരുമ്പോ എനിക്കിത് നല്ല കനത്തിൽ തിരികെ വേണം കൃതി, ആദി പറഞ്ഞു. തന്നോളാം. അല്ലി വേഗം ഫോൺ കട്ട് ചെയ്തു. ഫോണിലെ ആദിയുടെ ഫോട്ടോയിലേക്ക് നോക്കി അല്ലി ചുണ്ടുകൾ ചേർത്തു. പിറ്റേന്ന് രാവിലെ അല്ലിയെ വിളിച്ച് വിശ്വസ് പറയാൻ മാത്രമേ ആദിക്ക് പറ്റുള്ളൂ. 7 മണിയോടെയായിരുന്നു പ്രോഗ്രാം തുടങ്ങുന്നത്. ട്രിവാൻഡ്രം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഹെൽത്ത് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്ത പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കേരളം ഒട്ടാകെയുള്ള യോഗ പ്രൊഫഷണൽസ് അവിടെ എത്തിയിരുന്നു. അലിയുടെ സ്കൂളിന്റെ നെയിം അനൗൺസ് ചെയ്തതും ആദ്യ ഓഫീസിലെ ടിവിയിലൂടെ കാണുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അല്ലി യോഗ ചെയ്യുന്നത് കാണുന്നത്. അസാധ്യമായ മെയ് വഴക്കത്തോടെ പെർഫോം ചെയ്യുന്ന അല്ലി ആദ്യക്ക് അത്ഭുതമായിരുന്നു. ആളുകൾ വർഷങ്ങളെടുത്ത് ചെയ്യുന്നത് ഈ ചെറിയ പ്രായത്തിൽ അവൾ ചെയ്തത് അവൻ അഭിമാനമായിരുന്നു. ഇരട്ടി മധുരം എന്നതുപോലെ തന്നെ അടുത്ത വർഷം യോഗ ഡേക്ക് പ്രൈം മിനിസ്റ്റർ ലീഡ് ചെയ്യുന്ന ടീമിലേക്ക് അല്ലിയെ തിരഞ്ഞെടുത്തു. അല്ലിയും കുട്ടികളും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പായിരുന്നെങ്കിലും മറ്റൊന്നും അവർ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞതും അല്ലി റൂമിലേക്ക് പാഞ്ഞു. ഫോൺ എടുത്ത് ആദ്യം വിളിച്ചു. ഹലോ ആദ്യേട്ടാ, കൺഗ്രാറ്റ്സ് കൃതി. ആദ്യേട്ടൻ അറിഞ്ഞോ? ഞാനിവിടെ ലൈവായിട്ട് കാണുകയായിരുന്നു. ഐ എം പ്രൗഡ് ഓഫ് യു കൃതി. താങ്ക് യു ആദ്യേട്ടാ. പോയത് നന്നായെന്ന് തോന്നുന്നില്ലേ? അതെ, എന്നാലും ആദ്യേട്ടനെ കൂടെ ആയിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയേനെ. എന്നിട്ട് എപ്പോഴാ ഇങ്ങോട്ട് തിരിക്കുന്നേ? അവൻ ചോദിച്ചു. ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇവിടെയൊക്കെ ഒന്ന് കാണാൻ പോവും. എന്നിട്ട് വൈകുന്നേരം ആവും അങ്ങോട്ട് തിരിക്കുന്നേ. നാളെ വെളുപ്പിന് അവിടെ എത്തുമായിരിക്കും. ഞാനുണ്ടാവും അവിടെ. എത്താറാകുമ്പോ വിളിക്കണം കേട്ടോ. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കൃതി. വൈകിട്ട് ഞാൻ വിളിച്ചോളാം, ആദി പറഞ്ഞു. ആദ്യ വേഗം കാണാമെന്ന സന്തോഷത്തിലായിരുന്നു അല്ലി ഫോൺ വെച്ചത്. ആദിക്ക് നല്ല തിരക്കായതുകൊണ്ട് തന്നെ അന്ന് പിന്നെ അവന്റെ വിളിയൊന്നും ഉണ്ടായില്ല.
അവിടെയൊക്കെ കാണുന്ന ബഹളത്തില് അല്ലിയും അവനെ വിളിച്ചതുമില്ല. വെളുപ്പിന് 4 മണിയോടെ ടൗണിലേക്ക് എത്തിയപ്പോ തന്നെ അല്ലി ആദ്യം വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. അരമണിക്കൂറിനുള്ളിൽ ഫ്ളാറ്റിന്റെ മുന്നിൽ എത്തുകയും ചെയ്തു. ഇത്തവണ ഫ്ളാറ്റിന്റെ കോമ്പൗണ്ടിലേക്ക് കയറ്റാതെ റോഡിന്റെ അപ്പുറത്തായിരുന്നു ബസ് നിർത്തിയത്. ബസ് കണ്ടതും ആദ്യ ഗേറ്റിനടുത്തേക്ക് നടന്നു. അല്ലി ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ആദ്യം നടന്നു വരുന്നത് കണ്ടു. ബാഗൊക്കെ ഒരുവിധം വലിച്ചെടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് അല്ലി ഇറങ്ങി. ബസ് പോയതിനു ശേഷമാണ് അല്ലി റോഡ് ക്രോസ് ചെയ്യാൻ പോയത്. ആദ്യം അല്ലിയോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞെങ്കിലും ആദ്യയുടെ അടുത്തെത്താനുള്ള ആവേശത്തില് അവൾ വേഗം റോഡ് ക്രോസ് ചെയ്തു. പെട്ടെന്നായിരുന്നു ഒരു ബൈക്ക് ചീറി പാഞ്ഞു വന്ന് അല്ലി ഇടിച്ച് തെറിപ്പിച്ചത്. കൃതി! ആദ്യം അവിടെ തറഞ്ഞു നിന്നുപോയി.